ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കേരള ട്രഡീഷണൽ കുഴലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുഴലപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ അത് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോടെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ? ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. കുഴലപ്പം ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഇവിടെ 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിനെ നല്ല പോലെ അരച്ചെടുത്തത്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു പാനിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർക്കണം. ഒരു കൈ കൊണ്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കട്ടയൊന്നും കെട്ടാതെ വേണം ഈ അരിപ്പൊടിയെ ഇതിലേക്ക് ചേർക്കാൻ. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ 5 മിനിറ്റ് ഈ ചൂടോട് കൂടെ തന്നെ അടച്ചു വെക്കാം. ഇപ്പം 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ കുഴച്ചെടുക്കണം. ഞാൻ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ചെറു ചൂടോട് കൂടെ തന്നെ വേണം ഇതിനെ കുഴച്ചെടുക്കാൻ. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരല്പം വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ ഈ മാവിനെ ഒരു 3 വലിയ ഉരുളകളാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് അങ്ങ് വലിച്ചു നീട്ടി പരത്തിയെടുക്കാം. ഇപ്പം ഇതിനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതുപോലെ കട്ടർ ഇല്ലെങ്കിൽ പകരം കുപ്പിയുടെ മൂടിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൽ ഓരോ റൗണ്ടും എടുത്തിട്ട് നമ്മുടെ വിരലിൽ പതുക്കെ ചുറ്റിച്ചിട്ട് 2 അറ്റവും കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങ് വിട്ടുപോരും. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ കുറച്ചെണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല കേട്ടോ, ഇനിയും ഒരുപാടുണ്ട്. ഞാനിപ്പോൾ കാണിക്കാനും വേണ്ടിയിട്ട് ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി ആവുന്നത് വരെ 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേരള ട്രഡീഷണൽ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.